ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂംസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. നമുക്ക് പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത്. ഞാൻ ആദ്യമൊന്നും ഒരു പെർഫ്യൂം ഇഷ്ടം അത്രക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് അത്ര വലിയ ക്രേസോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം പെർഫ്യൂം ഉണ്ടായാലും മതി മാത്രമായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ ദുബായിൽ വന്നപ്പോഴാണ് എനിക്ക് ഇത്രയും പെർഫ്യൂമിനോട് എവിടെ നോക്കിയാലും ഞാൻ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ചോദിക്കുക. എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഇപ്പം വഴിയെ പോകുന്നവരുടെ അടുത്ത് പോലും പോയിട്ട് ചോദിക്കുന്ന ഒറ്റൊരു കാര്യമാണ് ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കേട്ടോ. ഇപ്പം നല്ലൊരു സ്മെല്ല് ഞാൻ ഇപ്പം പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ആരെങ്കിലും നമ്മൾ അടുത്ത് കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ ആണെങ്കിൽ ഞാൻ അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കും ഏത് പെർഫ്യൂം എന്ന് ചോദിക്കായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഈ വഴിയെ പോകുന്നവരോടൊക്കെ ഇങ്ങനെ ചോദിക്കാറായി. അപ്പോൾ എനിക്ക് എൻ്റെ പെർഫ്യൂം എന്നോട് ഇന്നേ വരെ ഒരാളും വന്നിട്ട് ചോദിച്ചിട്ടില്ല ഏത് പെർഫ്യൂമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുന്നില്ലാതെ. പക്ഷേ ഈ അടുത്തായിട്ട് ഈ ഒരു പെർഫ്യൂം സ്മെല്ല് ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീലിങ്സ് ഞാനിപ്പം മറ്റുള്ളവരോട് ചോദിക്കില്ലേ ഏത് പെർഫ്യൂം യൂസ് ചെയ്തതെന്ന്, അതുപോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത്രയും നല്ല എന്താ പറയുക, നമുക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു സ്മെല്ല്. അത് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവും കേട്ടോ. നമുക്ക് ഒരു ഫുഡിനോടും ഡ്രസ്സിനോടൊക്കെ ഉള്ള ക്രേസ് ഉള്ള പോലെ തന്നെയാണ് പെർഫ്യൂംസിനോടും ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവുന്നത്. കാരണം പിന്നെ നമ്മളിപ്പോൾ ഒരു ഫുഡൊക്കെ ഒരു ഫുഡിനോട് ക്രേസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആസ്വദിച്ച് ഫുഡ് കഴിക്കില്ലേ, അതുപോലെ തന്നെയാണ് പെർഫ്യൂംസിനോടും ഇഷ്ടമുള്ളവർ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും മണക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് എല്ലാവരും പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് നല്ല സ്മെല്ല് വരണമെന്ന്. പക്ഷേ അതിൽ കൂടുതൽ പെർഫ്യൂംസിനെ ഇഷ്ടപ്പെട്ടിട്ട് കണ്ടമാനം വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഈ രണ്ട് സ്മെല്ലിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് മറിച്ച കേട്ടോ ഈ ഒരു പെർഫ്യൂമാണ്. പിന്നെ എനിക്ക് വളരെ എന്താ പറയുക, നമുക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാം, ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു പെർഫ്യൂമായിട്ട്. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. ജാഫ്ലയുടെ ഫ്രാഗ്രൻസ് ഉള്ള പെർഫ്യൂമാണ്. എനിക്ക് തോന്നുന്നു സത്യം പറയുകയാണെങ്കിൽ ഇത് ബോയ്സിനും ഇത് ഗേൾസിനും ഒക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുക. പക്ഷേ എനിക്ക് ഈ മറിച്ച് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ആ സ്മെല്ലിങ്ങനെ ഞാൻ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സിൽ ഇങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം എക്സാമ്പിൾ നമ്മളിതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ, മീൻസ് പെർഫ്യൂംസിൻ്റെ അല്ലേ, നമ്മളിപ്പോൾ ഒരു പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സ്മെല്ലും മറ്റുള്ളവർക്ക് ഇറിറ്റേറ്റിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് കൂടുതൽ ഇപ്പം എന്താ പറയുക, ഒരു സ്ഥലത്ത് പോയി ഒരു ഫംഗ്ഷന് പോവുക, അപ്പോൾ നമ്മളെ സ്മെല്ല് ബോറാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ഫീൽ ചെയ്യും മറ്റുള്ളവർക്ക്. ബട്ട് ഈ ഒരു സ്മെല്ല് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലായിട്ടോ. നമുക്ക് ആർക്കും കണ്ണടച്ചിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം, ഈ ഒരു പെർഫ്യൂം വാങ്ങിക്കൊടുക്കുക കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഇതാണ്, എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് യു എയിലൊക്കെ നല്ലൊരു പെർഫ്യൂമൊക്കെ വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിലും ഇപ്പോൾ യു എയിലൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം എന്തായാലും ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, ജാഫ്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത് യൂട്യൂബിലായിട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ മോർ ഡീറ്റെയിൽസൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ്, രണ്ടും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. എൻ്റെ പേഴ്സണലി എനിക്ക് മറിച്ചാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. രണ്ടും അടിപൊളി സ്മെല്ലാണ്. താങ്ക് യു.